What a joy to be back in the presence of God with all of you and to be enjoying the beauty of His presence this evening time. Once again, thank you so much, church, for coming all these days for the fasting and prayer. On behalf of Exodus Church, I thank you for coming regularly and missing a few days. We will try to forgive you for that, but thank you for being regular in the fasting. ഇന്ന് സായാഹ്നം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനമായി നിൽപ്പാൻ ദൈവം നൽകിയ ഭാഗ്യ പദവിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ റെഗുലറായിട്ട് പതിവായിട്ട് ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Once again, I am very grateful to the Lord for this opportunity, and as I said, this is a season of prayer for you, and I want to join you in praying the heart of God. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഈ അവസരത്തിനായി കർത്താവിന് നന്ദി പറയും. ഇതൊരു പ്രാർത്ഥനയുടെ കാലഘട്ടമാണ്. ഈ പ്രാർത്ഥനയുടെ നിങ്ങൾക്കും എനിക്കും ഇതൊരു പ്രാർത്ഥനയുടെ സീസണാണ്. ഈ സീസണിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്ന് പ്രാർത്ഥിപ്പാൻ എനിക്കും കർത്താവ് അവസരം ഒരുക്കിയിരിക്കുകയാണ്. And so please be in an attitude of prayer, a physical position of prayer, a heart of prayer. Keep praying. So this is not again another sermon. We want to be praying in the spirit. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ മനോഭാവം, ശാരീരികമായ ഒരു പ്രാർത്ഥനയുടെ ശരീരഘടന തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. മെസ്സേജ് കേൾക്കുക എന്നതിലുപരി നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കാനാണ് ഏറ്റവും അധികം താല്പര്യപ്പെടുന്നത്. And so we want to focus our attention to the book of Hebrews this evening. ഇന്ന് സായാഹ്നത്തിൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്നുമാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. And the writer, let me jump right to the conclusion, to the end of the message. The writer of Hebrews is trying his best. He is doing an outstanding job of lifting Jesus before the people. എബ്രായ ലേഖനത്തിന്റെ എഴുത്ത് അവസാനിപ്പിക്കുന്ന ആ മേഖലയിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ദാസൻ, അതിൻ്റെ എഴുത്തുകാരൻ, യേശുവിനെ ഏറ്റവും അധികമായി ഉയർത്താൻ കഴിയുന്ന ഒരു നിലവാരത്തിലാണ് അതിനെ എഴുതി അവസാനിപ്പിക്കുന്നത്. Intentionally we have to keep reminding ourselves this week and in the days to come that Jesus is the center of it all. Jesus is the end of it all. From the beginning to the end, Jesus is everything here. മനഃപൂർവ്വമായി നാം ഒരു കാര്യം ഈ നാളുകളിൽ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാറ്റിൻ്റെയും ഒടുവിൽ യേശുവാണ് ഉയർത്തപ്പെടേണ്ടത്. എല്ലാറ്റിനും മുകളിൽ യേശുവാണ് ഉയർത്തപ്പെടേണ്ടത്. അത് നമ്മുടെ ഹൃദയങ്ങളിൽ എല്ലായ്പ്പോഴും സൂക്ഷിക്കാനിടയാകട്ടെ. So whether it is the sound or the technology or the music or the worship or the preacher or the sickness or the tension or the financial problems, in all of this Jesus has to be exalted. സംഗീതമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, ശബ്ദവും വെളിച്ചവുമാകട്ടെ, ബലഹീനതകളാകട്ടെ, ഫൈനാൻഷ്യൽ ആകട്ടെ, ശരീരത്തിലെ രോഗബന്ധനങ്ങളാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, എല്ലാറ്റിലും ഉപരി യേശു ഉയർന്നിരിക്കണം എന്നുള്ളതാണ്. And I want to walk you through the 13 chapters in the next 13 minutes. Ready? 13 മിനിറ്റിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഒരു ഹല്ലേലൂയ ഇല്ല. മനസ്സിലായി. We are used to Murivak messages, okay? But we want to enjoy the depth and the width and the height and the glories of the word of God. അത് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും എന്തെന്ന് ഈ ദൈവവചനത്തിലൂടെ ആഴമായി തിരിച്ചറിയാൻ പോകും. As I was studying the book of Hebrews, the Lord laid it on my heart to find out just one sentence about Jesus in every chapter. ഈ ലേഖനം വായിക്കുമ്പോൾ, ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ, തൻ്റെ എല്ലാ ലേഖനങ്ങളിലും യേശുവിനെ കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട കേന്ദ്രീകൃതമായ വിഷയം എനിക്ക് അതിനകത്ത് വെളിപ്പെടുകയാണ്. In all these chapters, multiple adjectives or multiple works of Jesus are expressed, but I chose one so that we can magnify Jesus tonight. എല്ലാ അധ്യായങ്ങളിലും യേശുവിനെ കുറിച്ചുള്ള ബഹുവിധമായ പ്രദർശനങ്ങൾ, ബഹുവിധമായ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഈ അധ്യായത്തിൽ നിന്ന് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. And my desire as I share this evening is that you will love Jesus more, you will worship Jesus more, you will have a better understanding of who Jesus is more and more. എൻ്റെ ഹൃദയത്തിലെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രി നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നതിലൂടെ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ യേശുവിനെ അറിയുകയും കൂടുതൽ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. Turn with me to Hebrews chapter 1, and in verse 2, beautifully the writer is describing something to us about this beautiful Lord Jesus. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ. And it says, now in these last days he has spoken to us by his Son,
whom he has appointed heir of all things, through whom also he made the world. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. In Hebrews chapter 1, ലോകത്തെ സൃഷ്ടിച്ചു. if I can summarize Hebrews chapter 1, it is the sonship of the Son who is Lord Jesus. ഈ ഒന്നാം അധ്യായത്തിൽ നമ്മൾ സംക്ഷിപ്ത രൂപത്തിൽ പഠിച്ചാൽ യേശുക്രിസ്തു എന്ന ദൈവപുത്രന്റെ പുത്രത്വത്തെ കുറിച്ചാണ് ഒന്നാം അധ്യായം പഠിപ്പിക്കുന്നത്. Jesus is the Son of God. യേശു ദൈവപുത്രനാണ്. Can you say that with me in Malayalam? പറഞ്ഞാട്ടെ. എന്നോട് ചേർന്ന് മലയാളത്തിൽ പറയാമോ? യേശു ദൈവപുത്രനാകുന്നു. If you are not saying, that means you are Jehovah Witness, okay? Jesus is the Son of God. യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നു. And so lovingly, sometimes we also in our own languages we'll say, beta, magane, can you go and do this? Even if it is a female, we tend to say, magane, mole, man, son, can you go and do this? In Hindi we say, beta, jaake karke aoge. That kind of designation, intimacy, love and affection is in the word that the Father describes to Jesus. ചില സമയങ്ങളിൽ നമ്മൾ ഭൗതികമായി നമ്മുടെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും, മകനെ ഒന്ന് പോയിട്ട് വരാമോ, ഇന്ന സ്ഥലത്തൊന്ന് പോയിട്ട് വരാമോ എന്ന് വാത്സല്യത്തോടെ നമ്മൾ അവരോട് പറയുന്നത് പോലെ അതൊരു ഡെസിഗ്നേഷനാണ്, അതൊരു നിയമനമാണ്, അതൊരു പദവിയാണ്. അതുപോലെ പിതാവായ ദൈവം തന്റെ പുത്രനോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമായിട്ടാണ് മകൻ Jesus is the Son of God. യേശു ദൈവപുത്രനാണ്. Say that. മൂന്ന് പ്രാവശ്യം പറഞ്ഞാട്ടെ. മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. യേശു ദൈവപുത്രനാണ്. One more time. യേശു ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനാണ്. But it is not three gods, it is one God. അത് മൂന്ന് ദൈവങ്ങളല്ല, ഏക ദൈവമാണ്. Don't worry, you are confused about Trinity. Don't worry, 2000 years people are still confused about Trinity. It's okay. തൃത്വ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. 2000 വർഷമായിട്ട് അതിവിടെ ഉണ്ട്. It is a mystery. അതൊരു മർമ്മമാണ്. Jesus is not the Father is not Jesus, the Spirit is not Jesus, neither the Father, but they are all co-equal. They are one, they are one, they are one. യേശു പിതാവല്ല, പിതാവ് യേശുവുമല്ല, പരിശുദ്ധാത്മാവ് പിതാവുമല്ല, യേശുവുമല്ല. എന്നാൽ അവർ മൂന്നും ഒരേ തുല്യരാണ്. അവർ ഒരുമിച്ച് ഒന്നായി നിൽക്കുന്നു. They are equal. Okay, I will tell you 4 statements. I will ask you, all right, so that you don't sleep. They are equal. അവർ സമരാണ്. They are intimate. അവര് അടുപ്പമുള്ളവരാണ്. All right, I say this again. They are equal. അവര് തുല്യരാണ്. They are intimate. അവർ അടുപ്പമുള്ളവരാണ്. They defer the glory to one another. മറ്റൊരാളുടെ മഹത്വത്തിനു വേണ്ടി നിൽക്കുന്നവരാണ്. And they have no problem to submit to one another. ഒന്നിനെ തമ്മിൽ കീഴ്പ്പെടാൻ അവർക്ക് ഒരു പ്രശ്നവുമില്ല. എന്തുവാ പറഞ്ഞെന്ന് പറയട്ടെ. എന്താണ് ഈ 4 പ്രസ്താവനകളെന്ന് പറയാമോ? Hallelujah, praise the Lord, glory to God. എന്തുവാ പറ എന്തുവാ ഞാൻ പറഞ്ഞേ? I want you to be connected. That's why I ask these questions. All right, you burnt your petrol. You are in the church. Now let's make the maximum of it. Number 1, കൃത്യമായ ബന്ധത്തിലാണെന്ന് മനസ്സിലാക്കാൻ. they are equal. Number 2, they are very close. They are affectionate. Number 3, they defer glory to one another, and they have no problem. Thank you. They have no problem submitting to one another. തമ്മിൽ കീഴ്പ്പെട്ടിരിക്കാൻ ഒരു പ്രശ്നവുമില്ല അവർക്ക്. They will come to Jesus and say, where is your power? Oh, I see my Father, so I just copy what my Father is doing. യേശു എന്ന് പറയുക, എന്റെ പിതാവ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ Oh, ചെയ്യുന്നത്. can't you do miracles on your own? നിനക്ക് സ്വന്തമായിട്ട് അത്ഭുതങ്ങൾ ചെയ്തുകൂടെ? Can't you speak something on your own? നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൂടെ? Can't you do something on your own? നിന്റെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ? Yes, I can, but I only do what my heavenly Father tells me to do. എനിക്ക് ചെയ്യാൻ കഴിയും, പക്ഷെ എങ്കിലും എന്റെ സ്വർഗീയ പിതാവ് അനുവദിക്കാതെ This പറയാതെ is ചെയ്യാതെ submission. This is submission. ഇതാണ് കീഴ്പ്പെടൽ. But intimacy or affection, the Father pronouncing not once but twice, this is my beloved Son in whom I am well pleased. അവർക്ക് തമ്മിലുള്ള ബന്ധത്തിന്റെ ഇഴയടുപ്പത്തിന്റെ ഉറപ്പിൽ നിന്ന് പിതാവ് പറയുകയാണ്, ഒന്നല്ല 2 പ്രാവശ്യം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. In Philippians 2 we find the Father saying, because he has humbled himself, I will give him a name that is above all names, on earth, in heaven and under the earth. There will nothing be doing, anything will be done except but the name of Jesus. Every knee will bow, every tongue will confess that
Jesus Christ is Lord. The Father is declaring that. ഫിലിപ്പിയ ലേഖനത്തിൽ കർത്താവിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് മനോഹരമായി അത് പരാമർശിക്കുന്നുണ്ട്. പിതാവ് തന്റെ സ്നേഹബന്ധത്തിൽ പറയുകയാണ്, അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവന് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങുന്ന എല്ലാ നാമത്തിനും മേലായ നാമം നൽകുകയും സകലരും യേശു കർത്താവെന്ന് പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യും. Hallelujah. Hallelujah. So 4 കാര്യങ്ങൾ എന്ത് വരുന്നു ത്രിത്വത്തെ കുറിച്ച്? Have no problem to submit to one another. Imagine this happens in every family in the church. നിങ്ങൾ എല്ലാ സഭയിലും കുടുംബത്തിലും ഇത് നടക്കുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. Husband wife are equal. ഭാര്യ ഭർത്താക്കന്മാർ തുല്യരാണ്. Husband wife are affectionate. അവര് ഭയങ്കര അടുപ്പമുള്ളവരാണ്. Husband wife defer the glory. തമ്മിൽ മഹത്വം കൊടുക്കുന്നവരാണ്. And husband wife easily submit to one another. തമ്മിൽ വളരെ ലാഘവത്തോടെ കീഴ്പ്പെട്ടിരിക്കുന്നവരാണ്. Imagine that happens in every church in എല്ലാ India. സഭയിലും അത് നടക്കുന്നതൊന്ന് സങ്കല്പിച്ചു. Very affectionate, വളരെ അടുപ്പമുള്ളവർ, very easily submitting one to one another, തമ്മിൽ കീഴ്പ്പെടാൻ കഴിയും, always deferring the glory to one another, എല്ലായ്പ്പോഴും മറ്റൊരാളുടെ മഹത്വത്തിനായി and always looking at one another as equals. തമ്മിൽ തുല്യരായി കാണുന്നവർ. The Trinity is a model for us to live today in our planet Earth. ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ മാതൃകയാണ് തൃത്വം. Imagine the leadership if it exhibits all these 4 characters. ഈ നമ്മുടെ നേതാക്കന്മാർ ഈ 4 കാര്യങ്ങളെയും ഈ 4 ഗുണങ്ങളെയും പ്രദർശിപ്പിക്കുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? This is the model we have been given. ഇതാണ് നമുക്ക് നൽകപ്പെട്ട ഒരു മാതൃക. But the writer of Hebrew is just exalting Jesus, and he says he is who he is. Who he is the അവൻ ദൈവപുത്രനാകുന്നു. Chapter 2. രണ്ടാം അധ്യായം. What is Jesus in chapter 2? Let me help you. In chapter 2, we find in verse 17, Jesus is the high priest. രണ്ടാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നു. The high priest. മഹാപുരോഹിതൻ. In the Old Testament you had the functions to given to different people. The priest was different, the king was different, and the prophet was different. പഴയ നിയമത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത പദവികൾ നൽകിക്കൊണ്ടാണ്. രാജാവ് വ്യത്യസ്തനാണ്, പുരോഹിതൻ വ്യത്യസ്തനാണ്. The priest would come on behalf of the people to God. ദൈവത്തിന്റെ അടുക്കൽ ജനത്തിനു വേണ്ടി വന്നു നിൽക്കുന്നവനാണ് പുരോഹിതൻ. The prophet would stand on behalf of God to the people. ജനത്തിന്റെ മുമ്പിൽ ദൈവത്തിനായി വന്നു നിൽക്കുന്നവനാണ് പ്രവാചകൻ. And the king would represent the basilia, the kingdom and the structure and the rule, because men wanted it, otherwise it was not there. Because he desired it, he said, okay, I will make a king for you. രാജാവ് ആ വാഴ്ചയുടെ ആധിപത്യത്തിന്റെ നിലകളെ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടല്ല, അവർ ചോദിച്ചത് കൊണ്ട്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ല, അവരുടെ ഇഷ്ടപ്രകാരം അവരെ ഭരിപ്പാൻ, അവരെ നടത്തുവാനായി നിയമിക്കപ്പെട്ടു. So what began as a small thing ended up complicating the relationship of the people to the heavenly Father. എന്നാൽ ചെറുതായിട്ട് ആരംഭിച്ച ഈ ബന്ധങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കുഴപ്പിക്കത്തക്ക നിലയിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പരിണമിച്ചു. Until the writer of Hebrews has to say, he is a Vishwas Yogya Mahayajak. He is a faithful high priest standing for you and for me before the heavenly Father. കർത്താവിന്റെ ദാസൻ വളരെ മനോഹരമായി പറയുകയാണ്, നമ്മുടെ കാര്യത്തിൽ ദൈവത്തിന്റെ മുൻപാകെ സഹോദരന്മാർക്ക് വേണ്ടി നിൽക്കുന്ന വിശ്വസ്ത മഹാപുരോഹിതൻ. The work of the high priest is was to carry the sins of the people. First he would cleanse himself and then take the sins of the people, come before the Father and God and pour out libations, pour out offerings and wait for them to be accepted. പുരോഹിതൻ ദൈവത്തിന്റെ മുൻപാകെ ജനത്തിനു വേണ്ടി അവരുടെ പാപങ്ങളെ അവരുടെ അകൃത്യങ്ങളെ വഹിച്ചുകൊണ്ട് പിതാവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയും തന്നെ ശുദ്ധീകരിച്ചിട്ട് ആദ്യം തന്നെത്താൻ ശുദ്ധീകരിച്ച ശേഷം ജനത്തെ മുഴുവൻ പാപങ്ങളെ ദൈവസന്നിധിയിൽ പകർന്ന് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി യാഗങ്ങളും വഴിപാടുകളും അർപ്പിക്കുകയാണ് പുരോഹിതന്റെ വേല. There was no guarantee that God would accept it, but every once in a while somebody would fail. But we have Jesus who has borne our sickness, who has borne our sins. He is a faithful high priest who has gone into the holy place for us, and his sacrifice has been accepted. നമ്മൾ ആരും ഒരിക്കലും പാപം ചെയ്യാത്തവരായിട്ടില്ല. ഏതൊക്കെയോ നിലകളിൽ എവിടെയൊക്കെ
നമ്മുടെ ജീവിതത്തിൽ പാപം വന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവോൻപക വിശ്വസ്ത മഹാപുരോഹിതനായ യേശു എന്നൊരു പുരോഹിതൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ He is not just an able high priest, he is a faithful high priest. അവൻ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു പുരോഹിതനാണ്. അവൻ വിശ്വസ്ത പുരോഹിതനാണ്. Because he was faithful till death, you and I can worship God in spirit and in മരണം truth. വരെ അവൻ വിശ്വസ്തനായതുകൊണ്ട് നമുക്ക് ഇന്നും അവനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കഴിയും. I speak this so that you can exalt the name of this faithful high priest tonight. നിങ്ങളുടെ മുമ്പിൽ പറയുന്നവന്റെ കാരണം ആ വിശ്വസ്ത മഹാപുരോഹിതനായ യേശുവിന്റെ നാമത്തെ ഉയർത്തേണ്ടത്. Hallelujah. Hallelujah. Say this with me, faithful high priest. ചേർന്ന് പറ, വിശ്വസ്ത മഹാപുരോഹിതൻ. Say, Jesus, you are my faithful high priest. യേശുവേ, നീ എൻ്റെ വിശ്വസ്ത മഹാപുരോഹിതനാകുന്നു. You carried my sins for me. എൻ്റെ പാപങ്ങൾ അങ്ങ് ചുമന്നു തീർത്തു. You bore my pain on the cross. എൻ്റെ വേദനകൾ അങ്ങ് ക്രൂശിൽ ചുമന്നു. Now I am free because of your faithfulness. നിന്റെ വിശ്വസ്തത നിമിത്തം ഞാൻ ഇപ്പോൾ സ്വതന്ത്രനായി. But the writer of Hebrews is not running out of words to describe Jesus. യേശുവിനെ കുറിച്ച് വർണ്ണിക്കുന്നതിൽ എബ്രായ ലേഖന എഴുത്തുകാരന് വാക്കുകൾ കൊട്ടും കുറവില്ല. By the way, we don't know who wrote Hebrews, right? We don't know who. എഴുതിയത് ആരും നമുക്ക് അറിയത്തില്ല. Some people say Paul, but there are arguments against it. ചിലര് പൗലോസ് എന്ന് പറയുന്നു, പക്ഷെ ഇപ്പോഴും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ സമന്വയം ഉണ്ടായി. Some people say it was Apollos because of the depth of the word of God. ചിലര് വചനത്തിന്റെ ആഴം നിമിത്തം അപ്പൊല്ലോസ് ആണെന്ന് പറയുന്നു. Some people say it is Barnabas because of his proximity to Paul, and the style now can be seen in this letter. പൗലോസുമായിട്ടുള്ള അടുപ്പത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ഈ ശൈലിയും എഴുത്തിന്റെ രീതിയൊക്കെ കാണുമ്പോൾ ബർണബാസ് ആണ് ഇത് രചിച്ചതെന്ന് പറയുന്നവർ. But our point is not this. Our point is somebody who knew Jesus very well wrote this. Tonight somebody needs to be here who says, this is my Jesus who I worship. എന്നാൽ ഒരു കാര്യം, അതൊന്നുമല്ല നമ്മുടെ വിഷയം. യേശുവിനെ നന്നായിട്ട് അറിയുന്ന ആരോ ഒരാളാണ് ഈ ലേഖനം എഴുതിയത്. യേശുവിനെ നമുക്ക് നന്നായി അറിയിച്ചു തരുവാൻ. Hallelujah. Amen. In chapter 3 verse 1 he begins. Now he says he is our apostle. He is our apostle. 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പറയുകയാണ്, അവൻ നമ്മുടെ അപ്പോസ്തലനും. He is our apostle. അവൻ നമ്മുടെ അപ്പോസ്തലനാകും. Who is an apostle? ആരാണ് അപ്പോസ്തലൻ? The one who takes the weight and the brunt and the pain to establish something. ചിലത് സ്ഥാപിക്കേണ്ടവന് അതിന്റെ ഭാരവും അതിന്റെ വെയിറ്റും അതിന്റെ സകല മഹത്വവും ചുമക്കാൻ കഴിയുന്നവനാണ് അപ്പോസ്തലൻ. Usually apostles are invisible. സ്വാഭാവികമായും അപ്പോസ്തലന്മാർ അദൃശ്യരാണ്. They go under the foundation. അവരെപ്പോഴും അടിസ്ഥാനത്തിന് അടിയിൽ പോകുന്നു. Because by the time the house is gloriously built, the apostle is already gone. കാരണം കെട്ടിടത്തിന്റെ പണി മുഴുവനും തീർന്നു കഴിയുമ്പോൾ അപ്പോസ്തലൻ അവിടെ വിട്ടുപോയിരിക്കും. Because he has another assignment over his life. കാരണം തന്റെ ജീവിതത്തിൽ മറ്റൊരു നിയോഗം വന്നു കഴിയും അപ്പോസ്തലൻ. The apostle cannot stick to a title or a position or a place. ഒരു സ്ഥാനത്തിലോ ഒരു സ്ഥലത്തോ ഒരു അധികാരത്തിലോ ഒരു അപ്പോസ്തലൻ കടിച്ചു തൂങ്ങി കിടക്കത്തില്ല. His job is to start something, initiate something and go to the next place. അദ്ദേഹത്തിന്റെ പണി ഒന്ന് ആരംഭിച്ചു വെക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നതാണ്. He will pay the price for it. അദ്ദേഹം അതിനുവേണ്ടി വില കൊടുക്കും. Sometimes he will have to die for it. ചിലപ്പോൾ അതിനുവേണ്ടി മരിക്കേണ്ടി വരും. And by the time he goes to the next place, he has already raised up others to take care of it. മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനിടയ്ക്ക് ആദ്യം ഒരുക്കിയ സ്ഥലത്തെ നോക്കുവാനും കരുതുവാനും വേറൊരാൾ നിയമിക്കപ്പെട്ടിരിക്കും. In all of these definitions, you find Jesus is the true apostle for us. ഇതെല്ലാ നിർവചനങ്ങൾക്കും അപ്പുറത്ത് യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും, അവൻ ഒരു അപ്പോസ്തലനാണ്. Christianity exists because of Jesus. ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് യേശുവിനാലാണ്. Christianity makes meaning because of the cross where he died and paid the price. ക്രൂശിൽ അവൻ മരിച്ചു വിലയർപ്പിച്ചത് കൊണ്ടാണ് ക്രിസ്ത്യാനിത്വത്തിന് അർത്ഥമുണ്ടായത്. Christianity exists because he did something on earth and he disappeared. He is now on the right hand of the Father and is invited the Holy Spirit to take care of the rest of the business. ക്രിസ്ത്യാനിത്വത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നതും നിലനിൽക്കുന്നതും അവൻ ക്രൂശിൽ തന്റെ ജീവൻ അർപ്പിച്ചിട്ട് അവൻ സ്വർഗ്ഗത്തിൽ പോയി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും പരിശുദ്ധാത്മാവിനെ പിതാവിനോട് വാങ്ങി നമുക്കവൻ ദാനമായി തന്നിരിക്കുന്നതും കൊണ്ടാണ്. Another definition of apostle is somebody who goes before, somebody who cuts the wood, somebody who cuts the forest for others to follow. It's called also a trailblazer. പൗലോസ് മറ്റൊരു തരത്തിൽ ഇങ്ങനെയാണ് അപ്പോസ്തലനെ നിർവചിക്കുന്നത്, ആരാണോ വഴി വെട്ടി ഒരുക്കി മുൻപോട്ട് പോകുന്നവൻ, വഴി വെട്ടി പോകുന്നവൻ. Every year only one man could go
into the Holy of Holies. Only one man could go among millions. But the day Jesus tore the veil and he opened the way into the Holy of Holies, millions like you and me are every day entering to the Holy of Holies. Without even knowing and understanding, we are entering the Holy of Holies and doing business with the Heavenly Father there. വർഷം ആണ്ടിൽ ഒരിക്കൽ മാത്രം അതിവിശുദ്ധ മന്ദിരത്തിൽ ഒരുവന് മാത്രം കയറിപ്പോകാൻ കഴിയുന്ന തരത്തിലിരുന്ന അതിവിശുദ്ധ മന്ദിരത്തിന്റെ പ്രവേശനത്തെ യേശുക്രിസ്തു ഒരിക്കലായി പ്രവേശിക്കുകയും ബാക്കിയുള്ള സകലർക്കും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഏത് സമയത്തും അറിഞ്ഞും അറിയാതെയും വിശുദ്ധ മന്ദിരത്തിൽ കയറി ശുശ്രൂഷിപ്പാനുള്ള വാതിൽ അവൻ തുറന്നിട്ടിരിക്കുകയാണ്. He is my apostle who went before me, who opened the way for me. അവൻ എൻ്റെ അപ്പോസ്തലനാണ്, എനിക്ക് മുൻപേ ചെന്ന് എനിക്ക് വേണ്ടി വഴിയൊരുക്കിയ അപ്പോസ്തലൻ. Hallelujah. Hallelujah. Now I can run to the throne of grace confidently knowing Jesus is seated there. എനിക്ക് കൃപാസനത്തിങ്കൽ ധൈര്യത്തോടെ ഓടിച്ചെല്ലാൻ കഴിയും, കാരണം യേശു എനിക്ക് വേണ്ടി അവിടെ വാതിൽ തുറന്നിരിക്കുന്നു. Jesus is my apostle. Jesus is my apostle. Jesus is my apostle. Jesus is my apostle. അതെ, യേശു എൻ്റെ അപ്പോസ്തലനാണ്, യേശു എൻ്റെ അപ്പോസ്തലനാണ്, യേശു മാത്രം എൻ്റെ അപ്പോസ്തലനാണ്. Some of you are getting it. Praise the Lord. Chapter 4 verse 15. 4:15. He is the sinless man in chapter 4 verse 15. 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവൻ പാപം ഇല്ലാത്ത See, മനുഷ്യൻ. Jesus had to be like us to take care of us. നമ്മെ പോലെ, നമ്മെ കരുതേണ്ടവന്, നമ്മെ തെരഞ്ഞെടുക്കേണ്ടവന് നമ്മെ പോലെ അവൻ ആകേണ്ടതുണ്ടായിരുന്നു. Years ago I read this story. I still remember and I still use it every place where it makes sense. അനേക വർഷങ്ങൾക്ക് പുറകിൽ ഞാനൊരു കഥ എഴുതിയിരുന്നു, അല്ല കേട്ടിരുന്നു. ഞാൻ ഇപ്പോഴും എവിടെയൊക്കെ പോയാലും അതിനൊരു അർത്ഥം ഉണ്ടാകുന്ന തലങ്ങളിലൊക്കെ ഞാനത് പറയാറുണ്ട്. There was disaster in the ant hill one time. Ant hill. ഒരു ഉറുമ്പ് കൂനയിൽ ഒരിക്കൽ ഒരു ദുരന്തനാശം സംഭവിച്ചു. So there was somebody placed poison outside the ant hill. ആ ഉറുമ്പ് കൂടിന്റെ ചുറ്റും ആരോ ഒരാൾ വിഷം തളിച്ചു. Some of them rushed into the poison that they perished. അവര് അവിടെ കുറെ വിഷം തളിച്ചു, അതെല്ലാം നശിച്ചു. And so the next, as the ants were about to go, more ants were about to go to the poison. അനേകം കൂടുതൽ ഈ ഉറുമ്പുകൾ ഈ വിഷാംശത്തിലേക്ക് നീങ്ങിപ്പോകേണ്ടതിന് സാഹചര്യം വന്നു. Somebody put up a sound system to announce to them, don't go, it is poison, don't go. ആരോ ഒരാൾ ഒരു സൗണ്ട് സിസ്റ്റം കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, വിഷമാണ്, അങ്ങോട്ട് പോകരുത്. Somebody put up a sound system and a guitar also saying, don't go, it is poison. വേറൊരാള് ഒരു ഗിറ്റാറും കൂടെ വെച്ച് പറഞ്ഞു, അങ്ങോട്ട് പോകരുത്, അവിടെ വിഷമാണ്. Somebody was little more compassionate. He bowed down and says, ants, don't go, it is poison. വേറൊരാൾ കുറച്ചുകൂടെ കരുണയുള്ള ആളായിരുന്നു, അദ്ദേഹം മടക്കി നിന്നിട്ട് പറഞ്ഞു, ഉറുമ്പുകളെ അങ്ങോട്ട് പോകരുതേ, വിഷമാണ്. And what were the ants doing? ഉറുമ്പുകൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഒന്നും പറ please. They kept on going. അവർ പോയിക്കൊണ്ടേയിരുന്നു. Until this man who had compassion decided to become an ant and go in them and stay in them and shout in their own language saying, there is poison ahead, don't go. That is why somebody said, oh really? But still somewhere obstinate, they say, who are you to tell us? We will still go. ഒടുവിൽ ഈ മനുഷ്യൻ എന്തെന്നറിയുമോ, അവസാനം കരുണ തോന്നിയിട്ട് ഒരു ഉറുമ്പിനെ പോലെ രൂപം മാറി അവരുടെ ഇടയിൽ ചെന്ന് അവരുടെ ഭാഷയിൽ അവരോട് പറഞ്ഞു, അവിടെ വിഷമുണ്ട്, അങ്ങോട്ട് പോകരുത്. എന്നിട്ടും ചിലർ അങ്ങോട്ട് പോയി. ചിലർ ചോദിച്ചു, നീ ആരടാ ഞങ്ങളോട് ഇത് പറയാൻ, ഞങ്ങൾ അങ്ങോട്ട് പോകുക. ചിലപ്പോൾ മലയാളി ആയിരിക്കും, എനിക്കൊരു സംശയമുണ്ട്. But the truth is, God being God was trying to get our attention, but we never responded until he became a man and took on our form and walked on this earth in body and shape and began to communicate the love of the Father. ദൈവമായിട്ട് താൻ ജനത്തോട് ആശയവിനിമയം നടത്തുവാൻ പരിശ്രമിച്ചപ്പോൾ അവർ കേൾക്കാതായപ്പോൾ അതേ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വേഷത്തിൽ മനുഷ്യനായി അവരുടെ ഇടയിൽ വന്ന് അവരോട് സംവദിക്കുകയാണ്. This is a gospel message we usually hear only in gospel crusade. ഇത് സുവിശേഷ മഹായോഗങ്ങളിൽ മാത്രം കേൾക്കുന്ന സുവിശേഷ സന്ദേശം. But until you enjoy this gospel, you will not be able to worship this Jesus who brings you the gospel. ഈ സുവിശേഷത്തെ നീ വ്യക്തിപരമായി ആസ്വദിക്കുന്നത് വരെ യേശുവിനെ വേണ്ട വിധത്തിൽ നിനക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. So Jesus became man to deal with man. മനുഷ്യരുമായി ഇടപെടേണ്ടവന് യേശു മനുഷ്യനായി തീർന്നു. But there was another problem.
അവിടെ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. If he was sinful man, he would never be able to deal with our sin. അവൻ പാപം ഒഴികെ പാപമില്ലാത്തൊരു മനുഷ്യനായിരുന്നില്ല എങ്കിൽ നമ്മുടെ പാപത്തെ കൈകാര്യം ചെയ്യാൻ അവന് കഴിയത്തില്ലായിരുന്നു. He has to be like us to deal with us, but if he is totally like us, he will never be able to carry our sin. അവൻ നമ്മെ രക്ഷിക്കേണ്ടവന് നമ്മെ പോലെ ആകേണ്ടതുണ്ടായിരുന്നു, പക്ഷേ പൂർണ്ണമായും അവൻ നമ്മെ പോലെ ആയില്ല. Watch 15 verse 15 വായിച്ചാട്ടെ. 4:15 ഒരുമിച്ച് വായിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഉറങ്ങുന്നവരും വായിച്ചോണേ. റെഡി 1 2 3 ഹാ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. He was just like us except our sin. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി. That means അതിന്റെ അർത്ഥം you can be a man or a woman and still be sinless. നിങ്ങൾക്കൊരു പുരുഷനായോ സ്ത്രീയായോ ഇരിക്കുമ്പോൾ തന്നെ പാപമില്ലാത്തവനായി ഇരിക്കാൻ കഴിയുമെന്നാണ് അവന്റെ അർത്ഥം. It is a tall order. It is impossible almost, but Jesus lived that sinless life. That is how he becomes our savior and our Lord and our King and our soon coming master. അതൊരു ഉയർന്ന കാര്യമാണ്. അങ്ങനെ സാധ്യമാണോ എന്ന് ചോദ്യം ഉണ്ടാകത്തക്ക നിലയിൽ അത് ഉന്നതമാണെങ്കിലും യേശു നമുക്ക് തുല്യനായി വന്ന് പാപമില്ലാത്തവനായി നമ്മുടെ പാപങ്ങളെ വഹിച്ച് നമുക്ക് വീണ്ടെടുപ്പ് നൽകുവാൻ തക്കവണ്ണം നമ്മെ പോലെ ആയി. Many years ago, I was visiting a doctor with a friend of mine. എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ഒരു And this doctor was a very busy doctor. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ഒരു ഡോക്ടർ. He would treat two people at the same time. How he was an expert in doing his business. അദ്ദേഹം ഒരേ സമയത്ത് രണ്ട് രോഗികളെ പരിശോധിച്ച് ചികിത്സിക്കാൻ തക്കവണ്ണം അദ്ദേഹം അനുഭവ സമ്പത്തുള്ള So he will sit on the chair and narrate your problem, and by the time he is writing the prescription for the other person. നിങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ കസേരയിൽ നിങ്ങളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തെ ചെയറിൽ ഇരിക്കുന്ന ആളിന്റെ രോഗത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ അദ്ദേഹം എഴുതും. And so I was with somebody and we had already moved to the second chair and he was writing our prescription. ഞാൻ എൻ്റെ സ്നേഹിതനുമായിട്ട് രണ്ടാമത്തെ കസേരയിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹം പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് ഞാൻ കണ്ടു. And suddenly another couple comes and sits next to us. പെട്ടെന്ന് അടുത്തൊരു ദമ്പതികൾ അവിടെ വന്നിരുന്നു. How many are still sleeping? Lift your hands, say hallelujah. ഇപ്പോഴും ഉറങ്ങുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? And so I'm sitting on this chair and the couple comes up. ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത ദമ്പതികൾ അവിടെ വന്നു. They show the report to the doctor. അദ്ദേഹം അവരുടെ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചു. The doctor looks at the report. റിപ്പോർട്ട് പരിശോധിച്ചു. And doctor looks at the wife. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. And he says, do you know you have terminal cancer? You will die within 3 weeks. Do you know? നിങ്ങൾക്കറിയാമോ ഒരു മാരകമായ ക്യാൻസർ എന്ന വ്യാധി നിങ്ങൾക്കുണ്ട്, 3 ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? I began to shiver there when he was talking like this. അത് കേട്ടപ്പോൾ ഞാൻ തന്നെ വിറയ്ക്കാൻ തുടങ്ങി. Her eyes came out and says, really? I will die? Yes, you will die. അവരുടെ കണ്ണ് തള്ളിപ്പോയി. അവർ ചോദിക്കുകയാണ്, ഞാൻ മരിക്കുമോ? അതെ, നീ മരിക്കും. And so he told the husband, don't try to sell your land and bring the money to the hospital for curing her. She will die. ഭർത്താവിനോട് പറഞ്ഞു, വസ്തു വിറ്റോ പണം ഉണ്ടാക്കി അവരെ ചികിത്സിക്കാൻ ശ്രമിക്കരുത്, അവർ മരിച്ചു പോകും. Take her home, give her good food, and whatever worship you do to your God, do it. It will be the end. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നല്ല ഭക്ഷണം കൊടുക്കുക, നീ ആരാധിക്കുന്ന ദൈവത്തെ നന്നായിട്ട് ആരാധിക്കുക, അവൾ മരിച്ചോട്ടെ. I was looking at the doctor and said, my God, is this a butcher or a doctor? ഞാൻ ആ ഡോക്ടറുടെ മുഖത്തേക്ക് ഇദ്ദേഹം വേട്ടക്കാരനാണോ അതോ ഡോക്ടറാണോ എന്നുള്ള സംശയത്തിൽ ഞാൻ really could not believe he just said that to this patient. I really could not believe he just said that to the patient. അദ്ദേഹം ഈ വാസ്തവത്തിൽ ഈ രോഗിയോട് ഇത് പറയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. And before he wrote our prescription, he asked them to go. ഞങ്ങൾക്ക് ആ കുറിപ്പ് എഴുതുന്നതിന് മുമ്പ് അവരോട് പോകാൻ പറഞ്ഞു അദ്ദേഹം. And as they left, I told the doctor, sir, I just said, sir. He says, what do I do? They will sell their land, bring the money to me and tell me to heal her. It is not going to happen. It is better she die and he does not sell his land. I'm thinking, my Jesus is not like that butcher doctor. When I am in need, he comes down with compassion. He comes down with pain. He sits with me. He wipes my tears. He understands me. He is a compassionate human being. At the same time, he is a divine healer for me also. ഞാൻ ആ ഡോക്ടറെ മുഖത്ത് നോക്കി അമ്പരപ്പിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്താ എന്നെ
നോക്കുന്നത്. അവർ വസ്തു വിറ്റ് ആ കാശ് കൊണ്ട് ചെലവാക്കി സൗഖ്യമാക്കാൻ എൻ്റെ അടുക്ക പണം കൊണ്ടുവരും. പക്ഷേ ഞാൻ എന്നാ പരിശ്രമിച്ചാലും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല, അവർ മരിക്കും. അതിനേക്കാൾ വസ്തു നഷ്ടപ്പെടത്തില്ല, അവർ സമാധാനമായിട്ട് മരിച്ചുകൊള്ളേ. ഇത് യേശുവിൻ്റെ അടുക്കൽ ഒരാളോ എന്ന് പറഞ്ഞാൽ, എൻ്റെ യേശു ഒരു കശാപ്പുകാരനായ ഡോക്ടർ അല്ല. അവന് മനുഷ്യരോട് സഹതാപം കാണിക്കാൻ കഴിയുന്നവനും ഒരു മനുഷ്യനുമാണ്. അപ്പോൾ തന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു സൗഖ്യദായകനുമാണ്. If you have experienced the compassion and the love of Jesus, shout aloud, hallelujah. യേശുവിന്റെ മനസ്സലിവും കരുണയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, hallelujah പറഞ്ഞാട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. He is a sinless man. അവൻ പാപരഹിതനായ മനുഷ്യനാണ്. But in chapter 4, we have just in chapter 5, we find that he is a suffering servant. എന്നാൽ 4-ാം അധ്യായത്തിൽ നിന്ന് 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവൻ കഷ്ടത അനുഭവിക്കുന്ന ഒരു In verses 7 and 8 you find the agony and the pain of Jesus described. 7-8 വാക്യങ്ങളിൽ അവൻ അനുഭവിച്ച കടന്നുപോയ വേദന യാതനയെ നമുക്കറിയാൻ സാധിക്കും. Let us read those two verses together. ആ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. വായിച്ചാട്ടെ. Yes. യേശുവിനെ ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. The writer of Hebrews had a mistake there. എബ്രായ എഴുത്തുകാരൻ ഒരു മിസ്റ്റേക്ക് അവിടെ ഉണ്ടായി. He said his prayers were answered. വായിച്ച 7-ാം വാക്യം ലാസ്റ്റ് 7-ാം വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ മലയാളത്തിൽ ഉണ്ടോ നോക്കട്ടെ. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കിട്ടിയോ? യേശുവിന് മറുപടി കിട്ടിയോ? നിങ്ങൾക്ക് മറുപടി കിട്ടാതെ വരുമ്പോ is it okay? നിങ്ങൾക്ക് മറുപടി ലഭിക്കാതെ വന്നാൽ അത് കുഴപ്പമില്ലാത്തതാണോ? Will you even dare to say, I did not receive what I wanted, but I think God did what He wanted, so it is better that what He wanted is good over my life. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം എനിക്ക് തന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നാണ്. ദൈവം തരാൻ ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടതായതുകൊണ്ട് ദൈവം എനിക്കത് തന്നെന്ന് നമ്മൾ പറഞ്ഞ് ആശ്വസിക്കും. And so not just in the Garden of Gethsemane, you have to understand Jesus was in pain and in agony, not just the last 3 minutes or the last 3 hours. He was in pain and agony knowing what was coming, and we believe he cried and he prayed in the wilderness. In the nights he was crying and praying, crying and praying, crying and praying, a suffering servant, suffering because he was a servant who wanted to obey the one who sent him. യേശുക്രിസ്തു അവസാനത്തെ 3 മണിക്കൂറോ 3 നാഴിക നേരമോ ഗെത്സമനിൽ മാത്രമല്ല വേദന അനുഭവിച്ചത്. കഴിഞ്ഞ 3.5 വർഷക്കാലം മരുഭൂമികളിൽ രാത്രിയും പകലും നിർജ്ജന പ്രദേശങ്ങളിൽ കരയുകയും വേദനിക്കുകയും നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമന്നുകൊണ്ട് എന്താണ് അവന് സംഭവിക്കാൻ പോകുന്നെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ യേശു പിതാവിന്റെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. Sometimes this does not fit with our theology, but you have to understand pain and suffering is part of the business of God in improving his people, in preparing his people, at the same time in accomplishing his will on earth. പലപ്പോഴും നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് നിരക്കാത്തതും യോജിക്കാത്തതും യുക്തിക്ക് സഹിക്കാൻ കഴിയാത്തതുമാണ് വേദനയും സഹനവും. എന്നാൽ ദൈവരാജ്യത്തിന്റെ ബിസിനസ്സിനകത്ത് വേദനയും സഹനവും സ്വാഭാവികമാണ്. അതാണ് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനും നമ്മുടെ വളർച്ചയ്ക്കും ഉതകുന്ന യഥാർത്ഥ കാര്യങ്ങൾ. That is why the true prayer is not remove my suffering, do what you intend to do in my suffering. അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. എൻ്റെ വേദന മാറ്റണേ എന്നല്ല, കർത്താവേ നീ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ ചെയ്യണമേ എന്നുള്ളതാണ്. Having been in prison 2 times and persecuted 2 times, it is a painful and costly prayer, I can tell you openly. 2 പ്രാവശ്യം ജയിലിൽ തടവറയിൽ കഷ്ടത അനുഭവിച്ച ആളെന്ന നിലയ്ക്ക് എനിക്കിത് വാസ്തവമായി ഇങ്ങനെയാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുവാൻ I don't wake up openly every day and say, Lord, persecute me and do something bad to me. I don't pray that. ഞാൻ ഒരിക്കലും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവേ എന്നെ ഉടയ്ക്കണേ എന്നെ പണിയണമേ എന്നൊന്നും ഞാൻ പറയാറില്ല. It is painful. അത് വേദനാജനകമാണ്. It is lonely. അത് ഏകാന്തതയാണ്. It is disturbing. അത് നമ്മളെ ഉപദ്രവിക്കുന്നതാണ്. It is mentally almost harassing. അത് മാനസികമായി ഏറ്റവും അധികം
പീഡിപ്പിക്കുന്നതാണ്. But sometimes some godly people have to cry out and say, God, if you are in this, complete the business, Lord, as soon as possible. എങ്കിലും ചില ദൈവ മനുഷ്യർ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവേ, അങ്ങാണിത് ചെയ്യുന്നതെങ്കിൽ, അങ്ങ് ഇതിന്റെ മധ്യ ഉണ്ടെങ്കിൽ അങ്ങയുടെ ഇഷ്ടം സമ്പൂർണ്ണമാകണമേ. A suffering servant is our Jesus. നമ്മുടെ കർത്താവ് യേശു കഷ്ടത സഹിക്കുന്ന ഒരു ദാസനായിരുന്നു. ഓക്കെ, 5 അധ്യായങ്ങളായി നോക്കണം. നിങ്ങൾ എന്തുവാ കേൾക്കുന്നത്? 5 അധ്യായങ്ങളാലോ. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം, നിങ്ങൾ എന്താ കേട്ടത്. ആദ്യത്തെ അധ്യായത്തിൽ എന്തുവാ നമ്മൾ കണ്ടേ? നമ്പർ 2 ചാപ്റ്റർ 2 നമ്പർ 3 ചാപ്റ്ററിലോ, നമ്പർ 4, നമ്പർ 5. ചിലരൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും പഠിക്കുന്നുണ്ട്. Chapter 6 will come and then we'll take a pause and we'll worship. We'll turn this to worship and prayer at the same time. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ കാര്യം, നമ്മെ ആരാധനയിലേക്ക് നയിക്കുന്ന മറ്റൊരു കാര്യം. See, every scripture can be used for prayer and intercession. Every scripture. എല്ലാ വചനങ്ങളും worship and intercession. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടും മധ്യസ്ഥതയ്ക്കായിട്ടും ആരാധനയ്ക്കായിട്ടും ഉപയോഗിക്കാൻ കഴിയും. In chapter 6 verse 20 we find, 6-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, and we already saw that a bit here, but we say he is the one who has gone before us. അത് ആദ്യമേ തന്നെ നമ്മൾ അപ്പോസ്തലൻ എന്ന ഭാഗം ചിന്തിച്ചപ്പോൾ കണ്ടതാണെങ്കിലും ഇവിടെ പറയുകയാണ്, അവൻ ഫോർറണ്ണർ, മുൻപേ പോകുന്നവൻ. He went ahead of us. നമുക്ക് മുൻപേ അവൻ കടന്നുപോയി. It is like somebody going into the forest, they don't know the way, but somebody is cutting the trees, and wherever the footsteps are, you are walking on it. You are actually not going into a forest, you are actually coming into the presence of a holy, holy, holy God. To the throne of grace you are approaching. അത് വാസ്തവത്തിൽ നിബിഡമായ വനത്തിനകത്തേക്ക് നമുക്ക് വഴിയറിയില്ല, പക്ഷേ വഴി അറിയാവുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ ചെടികളെ വെട്ടിമാറ്റി വഴിയൊരുക്കി അദ്ദേഹത്തിന്റെ പുറകെ നമ്മൾ പോകുന്നത് പോലെയാണ്. വാസ്തവത്തിൽ നമ്മൾ പോകുന്നത് വനത്തിലേക്കല്ല, വിശുദ്ധനായ ദൈവത്തോടൊപ്പം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. Verse 20 read, ഒന്ന് വായിക്കാം, ഒരുമിച്ച് വായിക്കാം. 20-ാം വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാമോ? അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. That word Melchizedek itself is totally confusing. ഈ മൽക്കീസദേക്ക് എന്ന വാക്ക് തന്നെ എല്ലാവരെയും വലുതായിട്ട് ആശയക്കുഴപ്പത്തിലാക്കി. It is so confusing that the writer now takes the entire next chapter to explain to you what is Melchizedek. മൽക്കീസദേക്ക് അവർക്ക് ആശയക്കുഴപ്പത്തിലായതുകൊണ്ട് അടുത്ത അധ്യായം മുഴുവനും മൽക്കീസദേക്കിനെ കുറിച്ച് വിശദീകരിക്കാൻ പുള്ളി എടുത്തു. This happens to us preachers also. Sometimes we speak something and then we spend the rest of the time trying to explain what we said. ചില വാക്കുകൾ അറിയാതെ പ്രസംഗകന്റെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രസംഗത്തിന്റെ മുഴുവൻ സമയവും ആ വീണ വാക്കിനെ ഒന്ന് ശരിയാക്കി എടുക്കാനായി. In the order of Melchizedek. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം. There was an order of Joshua. യോശുവയുടെ ക്രമപ്രകാരം. There was an order in the Old Testament about the priests that were there. പുരോഹിതന്മാരുടെ ക്രമം, പഴയ നിയമ പുരോഹിതന്മാർക്ക് ഒരു ക്രമമുണ്ട്. But suddenly, miraculously, supernaturally, this writer of Hebrews is discarding this order and is bringing Melchizedek from Genesis and saying Jesus is in the order of Melchizedek. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ എഴുത്തുകാരൻ പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് മൽക്കീസദേക്കിനെ എടുത്തുകൊണ്ടുവന്നിട്ട് പറയുകയാണ്, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. And in chapter 7 he says 10 and 12 things about Melchizedek. No beginning, no end. Everything beautifully describes Melchizedek, at the same time describing Jesus also. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുരോഹിതനെ കുറിച്ച് മൽക്കീസദേക്കിനെ കുറിച്ച് 7-10 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല, ആരംഭമില്ല, അവസാനമില്ല, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം അതെല്ലാം യേശുവിൽ കൊണ്ട് സംക്ഷേപിക്കുകയാണ്. That means what has never happened is now happening to Jesus. Through Jesus he becomes our forerunner and we begin to follow him into the holy of holies. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഒരിക്കലും സംഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യം യേശുക്രിസ്തുവിലൂടെ സംഭവിക്കുകയും അത് നിമിത്തം നാം ക്രിസ്തുവിലൂടെ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പാൻ സാധ്യതയുള്ളവരായി തീരുകയും. How many are understanding? Lift up your hands and thank the Lord this evening. മനസ്സിലാക്കുന്നവർ കരമുയർത്തി കർത്താവിന് നന്ദി പറയാമോ? Hallelujah പറഞ്ഞാട്ടെ. Hallelujah.
You went before me and I thank you. ഞാൻ അങ്ങനെക്ക് മുൻപായി പ്രവേശിച്ചു. There was blood that needed to be shed, but you shed your blood. That is why I don't have to shed my blood. രക്തം ചൊരിയപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ നീ രക്തം ചൊരിഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിപ്പാൻ. The skin had to be removed, but because your skin was removed, I don't have to remove my skin as I come into the holy of holies. ത്വക്ക് വലിച്ചു ഉരിയപ്പെടേണ്ടതായിരുന്നു, എന്നാൽ നിന്റെ ത്വക്ക് ഉരിഞ്ഞതുകൊണ്ട് എന്റെ ത്വക്ക് ഉരിയപ്പെടാതെ ഞാൻ. It had to be burned outside the city because you were crucified outside the city. I don't have to bear the shame and the pain outside the city. I can still walk into the holy of holies. പാളയത്തിന് പുറത്തു വെച്ച് അവൻ കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു, എന്നാൽ അവൻ പാളയത്തിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് പാളയത്തിന് പുറത്തു വെച്ച് ഞാൻ നിന്ദിക്കപ്പെടാതെ കഷ്ടം അനുഭവിക്കാതെ അവന്റെ കഷ്ടത്താൽ നന്മയിലേക്ക് പ്രവേശിച്ചു. This Jesus that we are talking is not just a Jesus who's taking your children to UK and USA. ഞാനിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യേശു ആരെന്നറിയാമോ? നിങ്ങളുടെ മക്കളെ UK-യിലേക്കും US-ലേക്കും കൊണ്ടുപോകുന്ന യേശു അല്ല. He's not a Jesus who is only healing your backache and muttuvedana. നിങ്ങളുടെ നടുവേദനയും മുട്ടുവേദനയും മാത്രം സൗഖ്യമാക്കുന്ന യേശുവിനല്ല ഞാനിപ്പോ പറയുന്നത്. This Jesus is not just a Jesus who makes you feel good on Sunday, and when you feel good you can lift your hands half-heartedly. ഈ യേശു നാറാശ നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരു വാക്ക് വരുമ്പോൾ കൈപൊക്കുമ്പോൾ മാത്രം നിങ്ങൾ അടുക്കൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു യേശുവിനല്ല. This Jesus that we are describing is somebody who broke open the cosmic highways, came down from heaven on earth, did something so powerfully raw that we have to understand the magnitude of this so that we can worship and pray at the same time. അതെ, ഈ യേശു ഞാൻ പറയുന്നത് ആകാശങ്ങളിൽ കൂടി കടന്നുപോയി അവൻ ആത്മലോകത്തിന്റെ വാതായനങ്ങളെ നമുക്ക് വേണ്ടി വലിച്ചു തുറന്ന് നമ്മെ നിത്യതയുടെ കവാടത്തിനകത്ത് എത്തിച്ച ആ ശക്തനായ യേശുവിനെ, അവനെ അറിഞ്ഞ് ആരാധിപ്പാൻ തക്കവണ്ണം വാതിൽ തുറന്ന യേശുവിനെ. Hallelujah. Hallelujah. Chapter 7 verse 22 we come. 7:22 നാം വരുമ്പോൾ we find this Jesus is now the guarantee of a better covenant. വിശേഷതയേറിയ നിയമത്തിന് ഒരു ഉത്തരവാദിയായി തീർന്നിരിക്കുകയാണ്, ഉറപ്പായി തീർന്നിരിക്കുകയാണ്. How many have asked somebody else to become a guarantor for them? ആരെങ്കിലുമൊക്കെ ഈ ലോൺ എടുക്കാൻ പോകുമ്പോൾ മറ്റൊരാളോട് ഗ്യാരണ്ടർ ആകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെ ചോദിച്ചു, അങ്ങനെ ആരെങ്കിലും സഹായം ആവശ്യപ്പെട്ടോ? Thank you, you are godly and good people, all right? ആരുമില്ലെങ്കിൽ നിങ്ങൾ ദൈവിക മനുഷ്യരാണ്. Have you ever become a guarantee to somebody else? നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഗ്യാരണ്ടർ ആയിട്ടുണ്ടോ? This is the bank will not leave you if you become the guarantor. നിങ്ങളൊരു ഗ്യാരണ്ടർ ആയാൽ ബാങ്ക് നിങ്ങളെ വെറുതെ വിടത്തില്ല. The bank will not accept that. അയ്യോ എന്തോ പറയാനാ, ഞങ്ങൾ ക്ലോസ് ആയിരുന്നു പക്ഷേ ഞാൻ സൈൻ ചെയ്തു. No excuses. If you have signed, you are the guarantor. You have to pay this. എന്ത് പറയാൻ, എൻ്റെ കഷ്ടകാലം ഞാൻ അറിയാതെ ഒപ്പിട്ട് പോയതാ. ഇതൊന്നും പറഞ്ഞാൽ ബാങ്ക് ഏറ്റെടുക്കത്തില്ല. നീ ഒപ്പിട്ടോ, ബാങ്കിന് നീ ആ ഉത്തരവാദി. Jesus is the guarantee for a new covenant that is brought with his own blood. നമ്മെ രക്തത്താൽ വീണ്ടെടുത്ത പുതിയ നിയമത്തിന് യേശുവാണ് ഉത്തരവാദി. Those who have taken loan and those who were unable to pay and struggled to pay the EMIs and foreclosure came will only understand what I'm going to say now. ആ ലോൺ എടുത്തിട്ട് EMI അടയ്ക്കാൻ കഴിയാത്തവരും EMI അടയ്ക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നവരും മുമ്പ് കൂട്ടി അടയ്ക്കാനുള്ള ഓഫർ ബാങ്കുകാർ തരുന്നു, അതും നിവൃത്തിയില്ലാതാകുന്നവർക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലായി കാണും. You have to understand that this covenant, the old covenants were demanding too much from the people. പഴയ നിയമം ജനത്തോട് അനേക കാര്യങ്ങളെ നിർബന്ധമായി ആവശ്യപ്പെടുന്നതുണ്ടായിരുന്നു. And the people had to carry sacrifices every Saturday or every Sabbath day. Somebody carried sheep, somebody carried pigeons or something. They would all come to the altar. പഴയ നിയമത്തിൽ ഓരോ പ്രാവശ്യം ദൈവത്തിന്റെ ആലയത്തിൽ ശബത്ത് ദിനത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു വഴിപാട് ഓരോരുത്തരും സൂക്ഷിക്കണം. ഒന്നിലൊരു ആട്ടുകൊറ്റൻ, അല്ലെങ്കിൽ ഒരു കാളക്കിടാവ്, അല്ലെങ്കിൽ ഒരു പ്രാക്കുഞ്ഞ്, എന്തെങ്കിലും കൊണ്ടുവരാതെ ദേവാലയത്തിൽ വരാൻ അവർക്ക്. And there at the altar there was always blood flowing because the priests were busy killing, beheading, blood on their clothes, blood on the altar, blood on the lobes, blood everywhere. ആ പഴയ നിയമത്തിൽ ഒരു യാഗപീഠം ഉണ്ടായിരുന്നു.
എപ്പോൾ നോക്കിയാലും രക്തം വിശ്രമം കൂടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠം. ആടുകളുടെ തലവെട്ടുക, പ്രാക്കുഞ്ഞുങ്ങളുടെ തലവെട്ടുക, കാളക്കുട്ടന്മാരുടെ തലവെട്ടുക, ഇങ്ങനെ അവരുടെ വസ്ത്രത്തിലും അവരുടെ കരങ്ങളിലും യാഗപീഠം മുഴുവനും രക്തപങ്കിലമായിരിക്കുന്നു. And when all the things have been taken care of, the person who came to worship goes with an assurance, I brought the bull, I brought the calf, I brought the sheep, I think my sin is taken care of, I can go and say hallelujah. ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ ആരാധനയ്ക്കായി ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന ആൾ മനസ്സിനകത്തൊരു, മനസാക്ഷിക്കകത്തൊരു സന്തോഷമായിട്ട് പോയി, എന്തായിരുന്നാലും ഞാൻ കൊണ്ടുവന്ന കാളക്കുട്ടി അവിടെ യാഗമർപ്പിക്കപ്പെട്ടല്ലോ, എൻ്റെ പാപം പരിഹരിക്കപ്പെട്ടു എന്നുള്ള ഒരു താൽക്കാലിക സന്തോഷത്തോടെ താൻ വീട്ടിലേക്ക് പോവുക. But suddenly Jesus introduces a new covenant through his blood. പെട്ടെന്ന് യേശു തന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമത്തെ പരിചയപ്പെടുത്തുന്നു. And when he introduces the new covenant, he tells you and me, don't worry, I am the guarantee. My blood is the guarantee that your sin has been taken care of. You don't have to come back to look again, ask the priest again. I've taken care of it for once and for all. I've dealt with your sin. യേശു പരിചയപ്പെടുത്തിയ നിയമത്തിൽ യേശു പറയുകയാണ്, നീ ഭാരപ്പെടണ്ട, എൻ്റെ രക്തം നിനക്ക് വേണ്ടി ചെറിയപ്പെട്ടതുകൊണ്ട് ഇനി പാപത്തെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. പുരോഹിതനെ നീ നോക്കണ്ട, യാഗപീഠത്തെ നോക്കണ്ട, എന്നേക്കുമായി എൻ്റെ രക്തം നിന്റെ പാപങ്ങളെ കഴുകി നിന്നെ മോചിച്ചിരിക്കുകയാണ്. Anybody here who thinks, who knows, who understands that my sins have been atoned for, shout aloud hallelujah. എൻ്റെ പാപങ്ങൾ പൂർണ്ണമായി കഴുകപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ. Jesus is the guarantee of that new covenant. പുതിയ നിയമത്തിന്റെ ഉത്തരവാദി യേശുവാണ്. That is what chapter 8 tells us. അതാണ് 8 പറയുന്നത്. Chapter 8 verse 6. ഞാൻ വാക്യം പറഞ്ഞായിരുന്നു 7:22. In chapter 8 verse 6 we come. 8:6 നമ്മൾ വരുമ്പോൾ, he is not just the guarantee, he is also the mediator of the new covenant. അവൻ വെറും ഉത്തരവാദിത്തം മാത്രമല്ല വഹിക്കുന്നത്, ആ നിയമത്തിന്റെ മധ്യസ്ഥനും കൂടെയാണ്. Holy Spirit, we invite you to put light on your word this evening, oh God. ഇന്ന് രാത്രി ഈ വചനത്തെ നമുക്ക് പരിശുദ്ധാത്മാവ് പ്രകാശിക്കേണ്ടവന് അവനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Lord, remind us of the pain and the beauty and the outworking and the power of the cross of the Lord Jesus. കർത്താവേ, ക്രൂശിൽ ആമേൻ, കർത്താവ് യേശുവിലൂടെ ക്രൂശിൽ പ്രവർത്തിക്കപ്പെട്ട ആ പ്രവൃത്തിയുടെ വലിപ്പവും ശക്തിയും ആഴവും തികവും ബോധ്യപ്പെടേണ്ടവന് ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. So this new covenant was introduced by Jesus. യേശു ആ പുതിയ നിയമത്തെ പരിചയപ്പെടുത്തി. And he says, while baking the bread, I make a new covenant with you, he says. ബ്രെഡ് അപ്പം നുറുക്കുമ്പോൾ യേശു പറയുകയാണ്, ഇത് പുതിയ നിയമത്തിന്റെ എൻ്റെ ശരീരമാണ്. And it is not his own words, he is quoting prophet Jeremiah, and he says, I am putting a new covenant in your hearts. തന്റെ സ്വന്തം വാക്കുകളല്ല, യെരമ്യാ പ്രവാചകന്റെ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിച്ചു പറയുകയാണ്, ഇതാ ഞാൻ ഒരു പുതിയ നിയമം ചെയ്യുന്നു. And when he says that, he says, I am the guarantee, but I am also the lamb that will be slain for you on the altar. അവൻ പറയുമ്പോൾ അത് പറയുകയാണ്, ഞാൻ ഉത്തരവാദം മാത്രമല്ല, ആ യാഗപീഠത്തിൽ യാഗവസ്തുവായി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടും ഞാനാകുന്നു. I will be the lamb that will be slain so that you can walk scot free even after doing sins that the people cannot even fathom. ഞാൻ തന്നെ ആ യാഗമർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടുമാകുന്നു. നിങ്ങൾക്കൊരിക്കലും പാപമില്ലാത്തവരായ ഉറപ്പിലോട് ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുന്ന കുഞ്ഞാട്. I will not only sign the guarantee of the covenant, ഞാൻ ആ നിയമത്തിന്റെ ഉത്തരവാദിത്തം ഒപ്പുവെക്കുക മാത്രമല്ല, I will become the sacrifice for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുക. I will become the mediator of the new covenant. ഞാൻ ആ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി തീരുക. I will die, I will shed my blood so that you can be free forever and ever. നിങ്ങൾ എന്നേക്കും സ്വതന്ത്രരാകേണ്ടവന് ഞാൻ എൻ്റെ രക്തം അതിനുമേൽ സമർപ്പിക്കുകയാണ്. Only on Lord's Supper day we say moon stotram extra and we take the Lord's Supper. We forget this is the truth. I was supposed to die just like that lady, but Jesus came in my place and he became the mediator of a new covenant for me. കർത്തൃമേശ ദിവസത്തിൽ മാത്രമാണ് നമ്മളത് ഓർക്കുന്നത്. എക്സ്ട്രാ 3 സ്തോത്രവും പറഞ്ഞ് നമ്മൾ അപ്പം നുറുക്കി കഴിച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയണം, എൻ്റെ സ്ഥാനത്ത് ഞാൻ കൊടുക്കപ്പെടേണ്ട, എൻ്റെ പ്രാണൻ നൽകപ്പെടേണ്ട സ്ഥാനത്ത് എനിക്ക് അവൻ പകരക്കാരനായി പ്രാണൻ നൽകി എന്നെ എന്നേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിപ്പിച്ചു. ദേവദാസൻ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മലയാളത്തിൽ കൈകളെ ഉയർത്തി വന്നത് അത് തന്നെ ഒന്നും പറഞ്ഞാട്ടെ. ദേവദാസ് ഒന്നുകൂടെ പറഞ്ഞു.
എൻ്റെ സ്ഥാനത്ത്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ പ്രാണനെ മറുവിലയായി കൊടുത്ത് എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അവൻ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് തന്റെ പ്രാണനെ എന്റെ പ്രാണന്റെ മറുവിലയായി കൊടുത്ത് മരണത്തിൽ നിന്ന് എന്നെ ജീവനിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് തന്റെ പ്രാണനെ മറുവിലയായി നൽകി മരണത്തിൽ നിന്ന് എന്നെ ജീവനിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. But we are invited at least to stand at the foot of the cross and look at the cross where our Savior died and thank Him and cry and say, help me to live for your glory. If you died for me, help me to live for your glory, oh God. നമുക്ക് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. അവൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് നിന്ന് കരമുയർത്തി യേശുവിനെ നോക്കി പറയും, യേശുവേ, അങ്ങ് എൻ്റെ സ്ഥാനത്ത് അങ്ങ് മരിച്ചത് കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി തുടർന്ന് ഞാൻ ജീവിക്കും. അങ്ങയുടെ മഹത്വത്തിനായി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. This is my Jesus who becomes the mediator of this new covenant. ഇതാണ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി തീർന്ന എൻ്റെ യേശു. ഇതാണ് This is my Jesus who becomes the ultimate sacrifice. ഇതാണ് എൻ്റെ യേശു, പാപത്തിനായിട്ട് ഏറ്റവും ഉത്തമമായ യാഗമായി തീർന്നവൻ. That is what in chapter 9 verse 26 we read like this. അതാണ് 9:26 നമുക്ക് വായിക്കാൻ കഴിയും. He says he became the ultimate sacrifice for the sins that we had committed. തീർന്നു. ആമേൻ. അവൻ യാഗമായി, സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. ഒരുമിച്ച് വായിക്കാം. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവന് പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തം യാഗത്താൽ he died. He was the ultimate sacrifice to set me free. അവൻ മരിച്ചു. അവൻ ഏറ്റവും ഉത്തമമായ യാഗമായി, അവസാനത്തെ യാഗമായി തീർന്നിട്ട് അവൻ നമ്മെ പാപത്തിൽ നിന്ന്. This may not excite you this evening, but I want to encourage you. This is the Jesus that you have to worship. ഇതൊരു പക്ഷേ നിങ്ങളെ ആവേശഭരിതരാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നാം കർത്താവായ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കട്ടെ. We have to worship this Jesus. യേശുവിനെ നാം ആരാധിക്കേണ്ടത്. I want to take few minutes with you and worship right now in prayer also and in worship. ഇപ്പോൾ ചില മിനിറ്റുകൾ പ്രാർത്ഥനയിലും ആരാധനയിലും നിങ്ങൾ